ഹലോ ഗൈസ്, എൻ്റെ പേര് വജ്ര രത്വി മാധവ്. എന്നെ എല്ലാവരും മധു എന്ന് വിളിക്കാം. അപ്പോൾ നിങ്ങൾ എന്നെ മധു എന്ന് വിളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ രാവിലെ ഇങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങാണ്. പുറത്ത് നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഞാൻ രാത്രി കുറേ വൈകിട്ട് ഉറങ്ങുകൊണ്ട് എനിക്ക് രാവിലെ നല്ല ഉറക്കം വരും. അങ്ങനെ ഞാൻ എണീറ്റ് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മേനോട് ഗുഡ് മോർണിംഗ് ഒക്കെ പറയും. അപ്പം ഞാൻ ഇതേപോലെ ഇങ്ങനെ ചിരിച്ചു കൊടുക്കും അമ്മയ്ക്ക്. പിന്നെ ഞാനൊന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സസൈസൊക്കെ ചെയ്യും. ഇപ്പം എനിക്ക് കുറച്ച് കൂമ്പപ്പള്ളയൊക്കെ കൂടിയെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിങ്ങനെ കിടക്കും കുറച്ച് നേരം. പിന്നെ എൻ്റെ അമ്മമ്മ വന്നിട്ട് എനിക്ക് മരുന്ന് തരും. എനിക്ക് നല്ല പുളിച്ച തെറി പറയാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല, വേണ്ടാന്ന് വെച്ചിട്ടാ. എന്റെ സംസ്കാരം നീ യോജിച്ചതല്ല. എനിക്കാണെങ്കിൽ ഇത് ഇഷ്ടേ അല്ല. ഒരുമാതിരി മരുന്നാണിത്, ഒരു രക്ഷമില്ല. എന്നാലും ഞാൻ എങ്ങനെയൊക്കെയോ കഴിക്കും. എനിക്ക് മരുന്ന് വേണ്ടാന്ന് പറഞ്ഞാലും ആരും അത് കേൾക്കില്ല. അമ്മമ്മ എൻ്റെ കൈയൊക്കെ പിടിച്ച് വെച്ചിട്ടൊക്കെയാണ് എനിക്ക് മരുന്ന് തരിക. എങ്ങനെയൊക്കെയോ അത് കഴിഞ്ഞു. ഇനി നാളെ രാവിലെ കുടിച്ചാൽ മതി എന്ന് അമ്മമ്മ പറയണേ. എന്നും ഇതന്നെ പറയാം. ഇനി എണ്ണ തേക്കലാണ് ഗൈസ്. ഇതുപോലെയാണ് എന്നും എണ്ണ തേപ്പിക്കുക. എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക അമ്മമ്മേനെ. കണ്ടോ, മൂക്കൊക്കെ പിടിച്ച് ഇങ്ങനെ ആക്കും. എന്തിനുള്ളതാണാവോ. ഇങ്ങനെ എണ്ണയിലിട്ടിട്ട് മുക്കിയെടുക്കും അമ്മമ്മ. എന്നിട്ടാണ് എന്നെ കുളിപ്പിക്കാൻ കൊണ്ടുപോവുക. ഞാൻ എണ്ണ തേച്ചിട്ട് കുറേ നേരം ഇങ്ങനെ കളിക്കും. അങ്ങനെ ഞാൻ കുളിച്ച് സുന്ദരിയായി ഗൈസ്. ഞാൻ നല്ല ചൂട് വെള്ളത്തിലൊക്കെയാണ് കുളിക്കുക. എൻ്റെ കൂടെയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും അമ്മമ്മ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരും. ഇതെന്താണെന്നല്ലേ ഇപ്പം നിങ്ങളിങ്ങനെ ആലോചിക്കുന്നത്? അതെന്നെ എനിക്ക് മനസ്സിലാവാത്തത്. എന്നും കൂടിയൊക്കെ കഴിഞ്ഞാൽ അമ്മമ്മ ഇതൊക്കെ ഇങ്ങനെ അരച്ചിട്ട് എനിക്ക് വായിൽ തരും. വലിയ ടേസ്റ്റൊന്നുമില്ല, എന്നാൽ ഇതെന്തായിരിക്കും? കണ്ടോ, അമ്മമ്മ എൻ്റെ നാവിൽ ഇങ്ങനെ തേച്ച് തരും. എന്തൊക്കെയൊക്കെ ഒരു ടേസ്റ്റായതിന്. എനിക്ക് തീരെ ഇഷ്ടമില്ല അത്. ഞാൻ കഴിയൊക്കെ ചെയ്യും. പിന്നെ എനിക്ക് എൻ്റെ അമ്മമ്മ ഉടുപ്പിട്ട് തരും. എനിക്ക് ഒരുപാട് ഉടുപ്പുകളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എന്നും കുളിച്ചിട്ട് പുതിയ പുതിയ ഉടുപ്പുകളാണിത്. പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ സുഖത്തിൽ ഇങ്ങനെ കിടന്ന് കുറേ നേരം കളിക്കും. ഞാനിപ്പോൾ എന്ത് നോക്കിയിട്ടാണ് കളിക്കണമെന്ന് അറിയോ? ഫാൻ കണ്ടിട്ടാണ് കളിക്കുന്നത്. എനിക്ക് ഫാൻ നോക്കി കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറേ നേരം കളിച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഉറക്കം വരും. അപ്പോൾ എൻ്റെ അമ്മ പാലൊക്കെ തന്നിട്ട് ഉറക്കും. അങ്ങനെ ഞാൻ ഉറങ്ങി ഗൈസ്. ഞാൻ ഉറങ്ങുമ്പോഴാണ് അമ്മ എന്നെ മേക്കപ്പൊക്കെ ചെയ്തു തരാം. എൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് ഗൈസ്? കൊള്ളാമോ? അങ്ങനെ മേക്കപ്പും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങും. അങ്ങനെ കുറേ നേരം ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എണീക്കും. എനിക്ക് അപ്പോഴേക്കും നല്ല വിശന്നിട്ടുണ്ടാവും. അപ്പം ഞാൻ പാൽ കുടിക്കാൻ വേണ്ടിയിട്ട് എണീക്കും. പിന്നെ അങ്ങനെ പാൽ കുടിയൊക്കെ കഴിഞ്ഞിട്ട് അമ്മ എനിക്ക് വേറെ ഉടുപ്പൊക്കെ ഇട്ട് തരും. ഞാനൊരു ദിവസം ഒരു 4-5 ഡ്രസ്സെങ്കിലും ഇടും. എനിക്ക് അമ്മ രാവിലെ പാമ്പേഴ്സ് ഒന്നും ഇട്ട് തരാറില്ല. അത് കുട്ടികൾക്ക് പാമ്പേഴ്സ് എപ്പോഴും ഒന്നും ഇടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അമ്മ രാത്രി മാത്രം പാമ്പേഴ്സ് ഇട്ട് തരും. അങ്ങനെ ഞാൻ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം കളിക്കും. ഇതാണ് എൻ്റെ അമ്മമ്മ. അമ്മമ്മയെ ഞാനും പിന്നെ പുറത്ത് വന്നിരിക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടം. ഓരോന്നിങ്ങനെ എല്ലാവരും ഇങ്ങനെ എടുത്തുകൊണ്ട് പുറത്തൊക്കെ അങ്ങനെ വന്നിരിക്കും.
അമ്മമ്മേനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാനിങ്ങനെ ചിരിച്ചു കൊടുക്കുകയും ചെയ്യും. കാര്യം മനസ്സിലായിട്ടൊന്നുമല്ല, എന്നാലും അമ്മമ്മയ്ക്കൊരു സന്തോഷമാവട്ടെ. ഇപ്പം ഞാനിരിക്കുന്നത് എൻ്റെ അമ്മയുടെ മടിയിലാണ് കേട്ടോ. എൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ കുപ്പായമൊക്കെ മൂത്രമൊഴിച്ച് നനഞ്ഞപ്പോൾ എനിക്ക് അമ്മ വേറെ ഉടുപ്പൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ അമ്മേനോട് ഓരോ വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അമ്മ എന്നോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് എൻ്റെ അച്ഛനൊക്കെ എനിക്ക് വീഡിയോ കോളൊക്കെ ചെയ്യുക. എൻ്റെ അച്ഛൻ്റെ വീട്ടിലല്ലേ, അപ്പോൾ എനിക്ക് എന്നും കാണാൻ പറ്റില്ല. അപ്പോൾ വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് ഞാനും അച്ഛനൊക്കെ കുറേ നേരം സംസാരിക്കും. അങ്ങനെ കുറേ നേരം ഇങ്ങനെ കളിച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെയും ഉറക്കം വരും. അങ്ങനെ എന്നെ പിന്നെ ഒരു പാട്ടൊക്കെ പാടി തന്ന് എന്നെ പിന്നെ ഉറക്കും. അങ്ങനെ ഞാൻ പിന്നെയും കിടന്നുറങ്ങും. ഇപ്പോഴും പുറത്ത് നല്ല മഴയായിരുന്നു. ഞാൻ എങ്ങനെയാണ് എപ്പോഴും കിടന്നുറങ്ങുക. എനിക്കിങ്ങനെ കിടന്നുറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറേ സമയം ഞാനങ്ങനെ കിടന്നുറങ്ങും. പിന്നെ ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം അമ്മയുടെ കൂടെ ഇങ്ങനെ പുറത്തൊക്കെ അങ്ങനെ വന്നിരിക്കും. അമ്മ എനിക്ക് കുറേ പാട്ടൊക്കെ പാടിത്തരും. അമ്മയുടെ കുമ്പിൽ ഞാനുള്ളപ്പോൾ പാടിയിരുന്ന പാട്ടൊക്കെ ഇപ്പോൾ അമ്മ എനിക്കിങ്ങനെ പാടിത്തരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കേൾക്കാൻ. അങ്ങനെ രാത്രി ആയാൽ എനിക്ക് മേലൊക്കെ തുടച്ച് തന്ന് വേറെ ഉടുപ്പൊക്കെ ഇട്ട് തരും. പിന്നെ അമ്മമ്മ എനിക്ക് വീണ്ടും മരുന്ന് തരും. ഇത് രാത്രി കുടിക്കേണ്ട മരുന്നാണ്. ഈ മരുന്ന് എനിക്ക് കുറച്ചൊക്കെ ഇഷ്ടമാണ്, നല്ല മധുരമുണ്ട്. അപ്പം ഞാൻ പിന്നെ വാശിയൊന്നും കാണിക്കാതെ, എനിക്കാണെങ്കിൽ ഒരു അസുഖവും ഇല്ലല്ലോ, എന്നിട്ടാണ് എനിക്ക് 2 നേരം ഇങ്ങനെ മരുന്നൊക്കെ തരുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറേ നേരം ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടിങ്ങനെ കളിക്കും. ഞാനും അമ്മയും അമ്മമ്മയും. എനിക്കിപ്പോൾ കുറച്ചൊക്കെ സൗണ്ടൊക്കെ വരാൻ തുടങ്ങി. അമ്മമ്മ ഓരോന്ന് ചോദിക്കുമ്പോൾ ഞാൻ മൂളും, പിന്നെ ഓരോ സൗണ്ടൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അത് കാണുമ്പോൾ അമ്മമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ കുറേ നേരം കളിച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് വൈകിട്ട് ഞങ്ങളെല്ലാവരും കിടന്നുറങ്ങും. എൻ്റെ അപ്പുറത്ത് കിടക്കുന്നത് അമ്മമ്മയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറും പിന്നെ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ.